ഇത് കഴിഞ്ഞു, ഈ ഒരു സംഭവം കഴിഞ്ഞു, ഒരാൾ മരിച്ചു, മരിച്ചു, നമ്മൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. ജനിച്ചവർക്കൊക്കെ മരണമുണ്ട് അല്ലേ? ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കുട്ടി ഇന്നതൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ഒരു നിയോഗമായിരുന്നു, അതെന്റെ ഒരു വിധിയായിരുന്നു, അതവിടെ കഴിഞ്ഞു. അതോർത്ത് ദുഃഖിച്ചിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പക്ഷേ ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം വരും. അതായത് അന്ന് ഉണർന്നപ്പോൾ മുതൽ രാത്രിയാണ് ഇപ്പം ജപിക്കുന്നതെങ്കിൽ അന്ന് രാത്രി വരെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു പോകും. അതിൽ തെറ്റുകളും ഉണ്ടാവാം, ശരിയും ഉണ്ടാവാം. എന്നെ ഞാൻ പരുവപ്പെടുത്തുന്നത്, എന്നെ പ്യൂരിഫൈ ചെയ്യുന്നത്, എന്നെ ക്ലെൻസ് ചെയ്യുന്നൊരു സമയം എന്ന് പറയുന്നത് ഈവനിങ് ധ്യാനത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത തെറ്റുകളും ശരികളും എല്ലാം വരും. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്കത് ഐ ഹാവ് ടു ചേഞ്ച് ദിസ് എന്നുള്ളൊരു മാറ്റർ എൻ്റെ മനസ്സിലേക്ക് വരും. ഞാൻ ചെയ്തത് ഇത് മോശമായിപ്പോയി, അതിനെ ഞാൻ തിരുത്തണം എന്ന് തോന്നും. രണ്ട് മനുഷ്യർ തമ്മിലാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അയ്യോ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ഷമ പറയാൻ ശ്രമിക്കാറുണ്ട്. അത് ആരോടും, എൻ്റെ മകളോടാണെങ്കിൽ പോലും മധു ഇന്നലെ അമ്മ കുറച്ച് വേസ്റ്റായിട്ട് പെരുമാറി, അത് വളരെ മോശമായിപ്പോയി, ഐ എം റിയലി സോറി എന്ന് പറയാൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യവും പാപവും എല്ലാം അവിടെ അമ്മയുടെ സവിധത്തിലാണ് സമർപ്പിക്കുന്നത്. ആ ഒരു സമർപ്പണമാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അങ്ങ് ഇരിക്കുകയാണ്. പിന്നെ കുറേ നമ്മൾ പറയാറുണ്ടല്ലോ, കണ്ണടച്ചപ്പോൾ ഉടനെ നമ്മൾ വേറെ ലോകത്തോട്ട് പോയിന്ന്. അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാ ചിന്തകളും വരും, നമുക്ക് എല്ലാത്തരം തമാശ എല്ലാത്തരം ചിന്തകളും വരും. ചില സമയത്ത് ഞാനിരുന്ന് തമാശകൾ കടന്നുപോയ തമാശ ഓർത്തിരുന്ന് ചിരിക്കാറും കൂടിയുണ്ട്. പക്ഷെ അങ്ങനെ പോയി കുറേ സമയം കഴിയുമ്പോഴാണ് നമ്മളും നമ്മുടെ ഉപാസനാമൂർത്തി മാത്രമാകുന്ന ഒരു സമയത്തേക്ക് വരുന്നത്. അത്തരം സമയത്താണ് നേരത്തെ പറഞ്ഞ പോലെ 8 കൈയായിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വന്ന് വെറുതെ ഒരു അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നല്ല അർത്ഥം, അങ്ങനെ ഒരു ഐഡോളായിരിക്കും കാണുന്നത്, അങ്ങനെ ഒരു വിഗ്രഹം പോലെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ടാവുക, അങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക.